കഴിഞ്ഞ ദിവസം കൂലി സിനിമയെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് വന്നായിരുന്നു. 30 ഡേയ്സ് ടു ഗോ എന്ന് പറയുന്ന ഒരു പോസ്റ്റർ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. നമുക്കറിയാം ലിയോ സിനിമയ്ക്ക് ഇറങ്ങുന്നതിന് 30 ദിവസം മുമ്പ് അല്ലെങ്കിൽ 2 ആഴ്ച മുമ്പൊക്കെ തൊട്ട് ഒരു വലിയൊരു പോസ്റ്റർ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഓരോ ദിവസം അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരുന്നു, ഓരോ ക്യാരക്ടേഴ്സിനെ റിവീൽ ചെയ്തുകൊണ്ടിരുന്നു. അത് കാണാനായിട്ട് ഭയങ്കര രസമായിരുന്നു. അതിന്റെ ഒരു ഡിസ്കഷൻ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര ഗംഭീരമായിരുന്നു. ഞാൻ അപ്പോൾ ഒരു പഴയ ടൈം ഞാൻ ആലോചിക്കുകയാണ്. ഇത്ര ദിവസം വന്നേക്കുന്ന കൂലി അപ്ഡേറ്റുകൾക്ക് പ്രീവിയസ് LCU സിനിമകളുമായിട്ട് അങ്ങനെ സാമ്യം ഉണ്ടെന്നുള്ളൊരു കാര്യം നമുക്ക് പറയാൻ പറ്റിയിരുന്നില്ല. ചില കാര്യങ്ങൾ ഒഴുകി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു സ്റ്റാൻഡ് അലോൺ സിനിമ എന്നുള്ള രീതിക്ക് ആയിരുന്നു അപ്ഡേറ്റുകൾ മറ്റൊക്കെ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നലെ വന്നേക്കുന്ന അപ്ഡേറ്റ് ഒരു LCU സിനിമയായിട്ടുള്ള ഒരു കണക്ഷൻ എന്നുള്ള രീതിക്ക് തന്നെയാണ് ഈ പോസ്റ്റർ എല്ലാം പുറത്തേക്ക് വന്നേക്കുന്നത്. ഇന്ന് കരുതി ഇതൊരു LCU സിനിമ എന്നുള്ള കാര്യം പറയാനായിട്ട് പറ്റുമോ? അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകൾ നമുക്ക് ഇന്ന് പറയാം. എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ പേര് ഡൊണാൾഡ് ആണ്. സോ വെൽക്കം ബാക്ക് ടു ടുഡേസ് വീഡിയോ. കൂലി എന്ന സിനിമയുടെ കംപ്ലീറ്റ് ഷൂട്ടിംഗ് അങ്ങനെ അവസാനിച്ചു. അതിന്റെ എഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് ലോകേഷ് കനകരാജന്റെ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂക്കകത്ത് കൊടുത്തേക്കുന്ന ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞേക്കുന്ന കാര്യങ്ങളിൽ വളരെ വ്യക്തമാണ്. സിനിമയുടെ എഡിറ്റിംഗ് ഇപ്പോൾ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു കാര്യമാണ് പുള്ളി കഴിഞ്ഞ ദിവസം റിവീൽ ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്. കുറച്ച് ദിവസം മുമ്പ് ഈ സിനിമയെ കുറിച്ചുള്ള ഒരു റൂമർ വന്നായിരുന്നു. അതെങ്ങനെയായിരുന്നു? സിനിമയ്ക്ക് ഈ സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ലോകേഷിന്റെ കരിയറിൽ ആദ്യമായിട്ട് ഒരു സിനിമയ്ക്ക് ഒരു ട്രെയിലർ ഇല്ലാതെയാണ് അവർ റിലീസ് ചെയ്യാൻ പോകുന്നത്. സൺ പിക്ചേഴ്സിന്റെ ഒരു ടാറ്റിക്സ് ആണെന്നുള്ള രീതിക്കുള്ള ഒരുപാട് റൂമറുകൾ മറ്റൊക്കെ കഴിഞ്ഞ ദിവസം വന്നായിരുന്നു. നമ്മളപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു, സിനിമയ്ക്ക് ഒരു ട്രെയിലർ ഉണ്ടായില്ലെങ്കിൽ സിനിമ നന്നായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സിനിമ ആൾക്കാർ പോയി കാണും. അതും ഒരു ലോകേഷ് കനകരാജിന്റെ പടം, അതൊരു രജനികാന്ത് പടം, അമീർ ഖാൻ വരുന്ന പടം, ഈ കാലത്ത് തന്നെ ഏറ്റവും എക്സ്പെക്ടേഷൻ ഉള്ള പടം എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരു ട്രെയിലർ ഇല്ലെങ്കിലും ആൾക്കാർ തിയേറ്ററിൽ തന്നെ പോയി കാണുന്ന ഒരു കാര്യം നമുക്ക് അറിയാം. ഒരു സിനിമയ്ക്ക് ഒരു ട്രെയിലർ വരുന്ന സമയത്ത് തന്നെയാണ് ആ സിനിമ ഏത് തരം സിനിമയാണെന്നുള്ളൊരു കാര്യം, അതിന്റെ ഒരു ജോഗ്രഫി എന്താണെന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ നമുക്ക് കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, ഒരു എക്സ്പെക്ടേഷൻ ഒക്കെ വെക്കാനായിട്ട് പറ്റുള്ളൂ. ഈ സിനിമയ്ക്ക് ട്രെയിലർ ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യങ്ങൾക്ക് റൂമർ വന്നിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസം ലോകേഷ് കനകരാജിന്റെ ഒരു ഇന്റർവ്യൂക്കകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ So all I want to deliver is one trailer, and that trailer release date will be on the 2nd. Nice. Yeah. Nice. Because I don't want to get more dates from tomorrow, so I'm just letting you know. You're saying it right here. It's official. കൂലി എന്ന് പറയുന്ന സിനിമയ്ക്ക് ഒരു ട്രെയിലർ വരുന്നുണ്ടെന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഒഫീഷ്യൽ ആയിട്ട് വന്നേക്കുന്ന ഒരു അപ്ഡേറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഓഗസ്റ്റ് 2-ാം തീയതിയാണ് സിനിമയുടെ ട്രെയിലർ ഇവർ റിലീസ് ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യം കൂടി കഴിഞ്ഞ ദിവസം ഒരു അപ്ഡേറ്റ് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. സിനിമയുടെ ട്രെയിലർ ഇതുവരെയും എഡിറ്റ് ചെയ്തിട്ടില്ല, എഡിറ്റ് ചെയ്യാനായിട്ട് പോകുന്നേ ഉള്ളൂ. ഇതിനുശേഷം ഓഗസ്റ്റ് 2-ാം തീയതിയോട് കൂടിയിട്ട് സിനിമയുടെ ട്രെയിലർ വരും എന്നുള്ളൊരു കാര്യം തന്നെ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തേക്കാണ്. ഇത് മാത്രമായിരിക്കും ഇനി വരുന്നൊരു അപ്ഡേറ്റ് എന്നുള്ളൊരു കാര്യം കൂടി പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് വേറെ അപ്ഡേറ്റുകൾ വരുമോ എന്നുള്ളൊരു കാര്യം വളരെ സംശയമാണ്. ഇപ്പൊ 30 ഡേയ്സ് പോസ്റ്റർ എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് പുതിയൊരു അപ്ഡേറ്റ് പുറത്തേക്ക് വന്നിട്ടുണ്ട്. 30 ദിവസം കൂടിയാണ് ഈ സിനിമ ഇറങ്ങാനായിട്ട് ബാക്കിയുള്ളൂ എന്നുള്ള രീതിക്ക് കഴിഞ്ഞ ദിവസം ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റർ വന്നായിരുന്നു. ഈ ഒരു പോസ്റ്റർ കാണുന്ന സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോസ്റ്റർ ശരിക്കും ലിയോ സിനിമയുടെ ഈ ഒരു സീൻ പോലെ തന്നെയാണ്, അതിന്റെ ഒരു റെഫറൻസ് പോലെയാണ് എടുത്തേക്കുന്നത് എന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നിയത്. കാരണം ഈ ആക്സ് പിടിച്ച് നിൽക്കുന്ന ഈ ഒരു ഷോട്ട് കാണുന്ന സമയത്ത് ലിയോക്കകത്തുള്ള ഒരു ഷോട്ട്, ഒരു സീനകത്തുള്ള ഒരു ഷോട്ട് പോലെ തന്നെയാണ് ഇവിടെ ഈ ഒരു പോസ്റ്റർ 30 ഡേയ്സ് ടു ഗോ എന്ന് പറയുന്ന ഒരു പോസ്റ്റർ ഇവർ പുറത്തേക്ക് വിട്ടേക്കുന്നത്. പക്ഷെ ഇന്ന് കരുതി ഒരു LCU സിനിമയാണെന്നുള്ളൊരു കാര്യം പറയാൻ പറ്റുമോ? കൂലി എന്ന് പറയുന്ന സിനിമയെ കുറിച്ചുള്ള പ്ലോട്ട് ഡയറക്ടറിനെ പറഞ്ഞേക്കുന്ന ഒരു പ്ലോട്ട് എങ്ങനെയാണ്? ഈ സിനിമ എന്ന് പറയുന്നത് ഒരു യൂണിയൻ, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ഇടയിൽ നടക്കുന്ന ഒരു സ്റ്റോറിയാണ്. ഒരു ഹാർബർ, അവിടെ ജീവിക്കുന്ന കുറെ ലേബേഴ്സ്, അവരുടെ ഇടയിൽ നടക്കുന്ന, അവരെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരു കഥയാണ് ഈ ഒരു സിനിമ എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഈ ഹാർബറിലുള്ള ആൾക്കാർക്ക് രജനീകാന്തിന്റെ കഥാപാത്രത്തിനോട്, ദേവ എന്ന് പറയുന്ന കഥാപാത്രത്തിനോട് ഭയങ്കരമായിട്ടുള്ള റെസ്പെക്ട് ഉണ്ട്. സോ അങ്ങനെ ബേസ് ചെയ്ത് നിൽക്കുന്ന ആ ഹാർബറിന്റെ തന്നെ ഒരു മെയിൻ ആളായിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് ദേവ എന്ന് പറയുന്നത്. അയാൾക്ക് അവിടെ ഉണ്ടാകുന്ന, അയാളുമായിട്ട് ചുറ്റപ്പെട്ട് നടക്കുന്ന ഒരു സിനിമയാണ് ഈ സിനിമ എന്നുള്ളൊരു കാര്യമാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. For me, see, I've tried to elevate the drama part more, and that'll be in the first half. The drama and the way the drama is like, it'll slowly unveil itself, and it'll take you like you can sit and watch calmly, and it's a commercial film, but it'll still drive you with the emotions and all. And all of a sudden it'll shift care to action side, and where you'll see the other side of Rajni sir. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് പ്യുവർ ഒരു ആക്ഷൻ ഓറിയന്റഡ് സിനിമയല്ല. ഈ സിനിമയ്ക്ക് അതൊരു ആക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിലും ഇതിനകത്തൊരു ഡ്രാമ കൂടിയുള്ളൊരു സിനിമയാണ്. അതായത് ഫസ്റ്റ് ഹാഫ് മോശമാണെന്നുള്ളൊരു കാര്യം പല ആൾക്കാരും പറയാനായിട്ട് സാധ്യതകൾ ചിലപ്പോൾ കൂടുതലായിരിക്കാം. ചില ആൾക്കാർ ലോകേഷ് പടങ്ങൾ കാണുന്ന സമയത്ത് എപ്പോഴും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം തുടക്കം തൊട്ട് അവസാനം വരെ ഫൈറ്റ് വേണമെന്നുള്ളൊരു കാര്യമാണ്. ഇതങ്ങനെയല്ല. ഒരു ഡ്രാമ ബിൽഡ് ചെയ്തതിന് ശേഷം പിന്നീടാണ് ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫിലാണ് ഇതിന്റെ ഒരു ടോപ്പ് നോച്ച് ഫൈറ്റ് സീക്വൻസുകൾ കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇപ്പൊ ഡയറക്ടർ ഹിംസെൽഫ് പറഞ്ഞേക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഈ സിനിമയിൽ വന്നേക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ തരംഗമായിട്ട് വന്നേക്കുന്ന സൗബിന്റെ കഥാപാത്രത്തിനെ കുറിച്ച് തന്നെയാണ്. സൗബിന്റെ കഥാപാത്രം എന്ന് പറയുന്നത് ഇനീഷ്യലി
ഫഹദ് ഫാസിൽ ചെയ്യാനായിട്ട് നിന്നിരുന്ന ഒരു കഥാപാത്രമായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ആ കാസ്റ്റിലോട്ട് ഫസ്റ്റ് ഫഹദിനെ വെച്ചുകൊണ്ട് ചെയ്യാനായിട്ടായിരുന്നു ലോകേഷ് ടീമിന്റെ പ്ലാൻ ആയിരുന്നത്. പക്ഷെ പിന്നീട് ഫഹദിന്റെ അവൈലബിലിറ്റിയുടെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ടും ഫഹദിന് ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് മറ്റൊക്കെ ഉള്ളതുകൊണ്ടാണ് പിന്നീട് ആ കഥാപാത്രത്തിനെ സൗബിനിലോട്ട് എത്തിച്ചെന്നുള്ളൊരു കാര്യം പല ആൾക്കാരിലോട്ടും ഒരുപാട് സ്റ്റാർസിന്റെ അടുത്ത് ഈ ഒരു കഥാപാത്രത്തിനെ കുറിച്ച് നരേറ്റ് ചെയ്തിരുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ബട്ട് പിന്നീടാണ് സൗബിനിലോട്ട് ഈ ഒരു കഥാപാത്രം എത്തിയെന്നുള്ളൊരു കാര്യം പറയുന്നത്. ഇതുവരെ വന്നേക്കുന്ന അപ്ഡേറ്റുകൾ അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൗബിനാണ് ഇതിന് ഏറ്റവും ആപ്റ്റ് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. കാരണം എസ്പെഷ്യലി കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന ഇതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റ് ഔട്ട് തന്നെ, സൗബിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റ് ഔട്ട് തന്നെ ഭയങ്കര രസമായിരുന്നു. ആ ഒരു ക്യാരക്ടർ, ആ പേര് എല്ലാം അടിപൊളി തന്നെയായിരുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്ന മോണിക്ക എന്ന് പറയുന്ന ഒരു സോങ്ങിനകത്ത് പൂജ ഹെഡ്ജിനേക്കാളും കൂടുതൽ തരംഗായി മാറിയെന്ന് എനിക്ക് തോന്നുന്നു സൗബിന്റെ ആ ഒരു പെർഫോമൻസിന്. സോ ആ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ എനിക്കറിയില്ല ഫഹദ് അത് എത്രത്തോളം കൺവിൻസിംഗ് ആയിട്ട് ചെയ്യുന്നു. ഒരു പക്ഷേ ഫഹദിനാണ് ഈ ക്യാരക്ടർ കൊടുത്തേക്കണമെന്നുണ്ടെങ്കിൽ അത് വേറൊരു തരത്തിലായിരിക്കും എൻ്റെ ഒരു റൈറ്റിംഗ് ആയിരിക്കാം. എനിവേ സൗബിൻ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ക്യാരക്ടർ വളരെ അടിപൊളിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഇത് ചെയ്യാനായിട്ട് ആദ്യമേ തന്നെ നിന്നിരുന്ന ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ഫഹദായിരുന്നു. സോ അങ്ങനെ പറയുന്ന സമയത്ത് ഇതൊരു സ്റ്റാൻഡ് അലോൺ ഫിലിം തന്നെയാണെന്നുള്ള രീതിക്കുള്ളൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫഹദ് ആയിരുന്നു ഈ ഒരു കഥാപാത്രം ചെയ്യുന്നുണ്ടെങ്കിൽ LC യൂണിവേഴ്സിൽ ഓൾറെഡി ഡായർ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഫഹദിന് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ഓൾറെഡി ഫഹദ് എന്ന് പറയുന്നത് അമർ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഓൾറെഡി ചെയ്ത് കഴിഞ്ഞ് വിക്രം എന്ന് പറയുന്ന ശ്രമിക്കാത്ത. സോ അതുകൊണ്ട് തന്നെ ഡയറി ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാവില്ല. സോ ഫഹദ് ഇതിനകത്ത് ഉണ്ടെന്നുള്ളൊരു കാര്യം സത്യമാണെന്നുണ്ടെങ്കിൽ ഇത് ആക്ച്വലി ഒരു സ്റ്റാൻഡ് അലോൺ ഫിലിം തന്നെയാണ്. ആൻഡ് ഇതുവരെ വന്നേക്കുന്ന അപ്ഡേറ്റുകൾ അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇതൊരു സ്റ്റാൻഡ് അലോൺ ഫിലിം എന്നുള്ള രീതിക്കുള്ള ഒരു അപ്ഡേറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ലിയോ സിനിമയുടെ അവസാന പോയിന്റ് വരെ ഈ സിനിമ സ്റ്റാൻഡ് അലോൺ ആണെന്നുള്ളൊരു കാര്യം പല വേദികളിൽ ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നീടാണ് യു ഗോ ആൻഡ് വാച്ച് എന്നുള്ളൊരു കാര്യം ഇദ്ദേഹം പറയുന്നുണ്ടായിരുന്നത്. അതായത് ഏതാണ്ട് സിനിമ അടുത്തെത്തിയ സമയത്താണ് നിങ്ങൾ തന്നെ തീരുമാനിക്കുന്നത് LC ആണോ അല്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണുമെന്നുള്ളൊരു കാര്യം പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തുടക്കത്തിൽ ഇതൊരു സ്റ്റാൻഡ് അലോൺ സിനിമ എന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു ലിയോനെ കുറിച്ച് പറഞ്ഞിരുന്നത്. പക്ഷേ ലിയോ പോലെയല്ല ഇതിനകത്ത് വന്നിരിക്കുന്ന കാസ്റ്റ് ആൻഡ് ക്രൂ നോക്കുന്ന സമയത്തും ഇത് കുറച്ചും കൂടി സ്റ്റാൻഡ് അലോൺ ആവാനായിട്ടുള്ള സാധ്യത തന്നെയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ വേറൊരു സിനിമയ്ക്ക് ഒരു കണക്ഷൻ വരുന്നുണ്ട്. അതെന്താണെന്നുള്ളൊരു കാര്യം നമ്മൾ വേറൊരു വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. കാരണം ഒരു കിഡിലിനൊരു അപ്ഡേറ്റ് ആണ് കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്നത്. ഓഗസ്റ്റ് 2-ാം തീയതി ഈ കൂലിയുടെ ഒരു അപ്ഡേറ്റ് വരുന്ന സമയത്ത്, ട്രെയിലർ വരുന്ന സമയത്ത് ഓഗസ്റ്റ് 1-ാം തീയതി ഒരു വലിയൊരു സിനിമയുടെ ഒരു അപ്ഡേറ്റ് വരുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇത് എന്തായിരിക്കും സംഭവം എന്നുള്ളൊരു കാര്യം കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സിനിമ തന്നെയാണ് AA22 എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്നത്. അല്ലു അർജുൻ ആൻഡ് അറ്റ്ലി കോമ്പിനേഷനിൽ വരാൻ പോകുന്ന ഒരു സിനിമയാണ് AA22 എന്ന് പറയുന്ന സിനിമ. നമുക്കറിയാം അല്ലു അർജുൻ എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആയിട്ട് മാറിയേക്കാണ്. ആഫ്റ്റർ പുഷ്പയ്ക്ക് ശേഷം ഭയങ്കരമായിട്ടുള്ള ഒരു ഫാൻ ബേസ് പുള്ളിക്ക് കയറിയിട്ടുള്ളൊരു കാര്യമാണ് പൊതുവേ പറയുന്ന ഒരു അഭിപ്രായം. അല്ലു അർജുൻ എനിക്ക് അതിന് മുൻപേ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പുഷ്പ ആണ് പുള്ളിക്ക് ഒരു ഭയങ്കര ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ എന്നുള്ളൊരു പുഷ് കൊടുത്തെന്നുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നു. എനിവേസ് ഓഗസ്റ്റ് 1-ാം തീയതി ഈ സിനിമയുടെ AA22ന്റെ അറ്റ്ലിയുടെ ഒരു കോമ്പിനേഷൻ വരാൻ പോകുന്ന സിനിമയുടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് വരുന്നുണ്ടെന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വരുന്നത്. മോസ്റ്റ് പ്രോബബ്ലി അതൊരു അനൗൺസ്മെന്റ് ഗ്ലിംസ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ സിനിമയുടെ ഹീറോനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിലും ഹീറോയിനെ കുറിച്ച് ഒരു ഐഡിയ ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. സോ ഹീറോയിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആയിരിക്കും വരിക എന്നുള്ള രീതിക്കുള്ള ഒരു അപ്ഡേറ്റ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓഗസ്റ്റ് 1-ാം തീയതിയാണ് സിനിമയുടെ അപ്ഡേറ്റ് വരാനായിട്ട് പോകുന്നത്. സോ ലോകേഷ് കനകരാജിന്റെ ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്നത് കണ്ടിരിക്കാൻ ഭയങ്കര രസമാണല്ലേ. ശരിക്കും ആ ഒരു ഇന്റർവ്യൂ ഇങ്ങനെ കണ്ടിരിക്കാനായിട്ട് പുള്ളി ഇങ്ങനെ പറയുന്നത് കേൾക്കാനായിട്ടും പുള്ളിയുടെ ഓരോരോ കൺവിക്ഷൻസും പുള്ളിയുടെ ഐഡിയാസുകളും പുള്ളി സിനിമ ചെയ്തേക്കുന്നതിന്റെ രീതിയും എക്സ്പീരിയൻസ് ഒക്കെ പറയുന്നത് കേൾക്കാൻ തന്നെ ഭയങ്കര രസമായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ഇനി ഈ ഇന്റർവ്യൂക്ക് അത് പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ നമുക്ക് റിവീൽ ചെയ്യാനായിട്ടുണ്ട്. എനിവേസ് ആസ് ഫർ നൗ ഈ സിനിമയുടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് വരാൻ പോകുന്നത് ഓഗസ്റ്റ് 2-ാം തീയതിയാണ്. വെയിറ്റിംഗ് ആണ്. സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണോ, അതിന്റെ ട്രെയിലറിന് വേണ്ടി വെയിറ്റിംഗ് ആണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളൊരു കാര്യം നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഇതൊരു LC മൂവി ആയിരിക്കും, അതൊരു സ്റ്റാൻഡ് അലോൺ മൂവി ആയിരിക്കും. എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം പേരോട് ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ചേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൊണ്ട് വർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വീഡിയോയുടെ അപ്ഡേറ്റുകളെല്ലാം നമ്മൾ കൂടുതലായിട്ട് ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബീൻ ആൻസർ സൈനിങ് ഔട്ട്.